ഹലോ, ഞാനിന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ചല്ല, പക്ഷെ ഗതികെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അധംപതനത്തിലോട്ടങ്ങ് പോകും. ഈ രാഷ്ട്രീയക്കാരും കൊണ്ട് തന്നെ, വേറെ ആരും കൊണ്ടല്ല, ഈ രാഷ്ട്രീയക്കാർ കൊണ്ട് തന്നെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പം വീണ ജോർജ് ഒന്നും പറയാനൊക്കത്തില്ല, അവരെ നുണാ ജോർജ് എന്ന് പറയേണ്ടി വരും. നുണാ ജോർജ് അവിടെ അവരുടെ അയലത്തോട് പോലും ആ പിള്ളേർ പോയിട്ടില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു 3-4 പിള്ളേർ, 5 പിള്ളേരുണ്ട്, ഒരു 10-30 പോലീസും ഉണ്ടായിരുന്നു. എത്തിയിട്ടില്ല, അടുത്ത് പോലും എത്തിയിട്ടില്ല. പിന്നെ എന്തിനാണ് അവരുടെ കയ്യിൽ കടിച്ച് കഴുത്ത് പിടിച്ച് ഞെരിച്ച് പറഞ്ഞുണ്ടാക്കുന്നതിനൊരു മര്യാദ ഇല്ലയെന്ന് വിചാരിക്കാം. പക്ഷെ ഈ ദൃശ്യങ്ങളിൽ കണ്ടിട്ട് പോലും ഇതൊന്നും വിശ്വസിക്കാതെ സ്വന്തം തള്ളേനെയും തന്തേനെയും പറഞ്ഞാൽ പോലും തിരിഞ്ഞു നോക്കാത്ത കുറേ മക്കൾ ഇപ്പോൾ ഈ പെണ്ണുങ്ങളതിനെ തൊട്ടെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്, പറയണം നാട് കത്തിക്കാൻ. അവന്മാരുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചിരുന്നു ഇത്രയും നാൾ ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് ഈ വർഗീയവാദികളായ ഇതുണ്ട്, മീൻസ് മനസ്സിൽ വിഷം കൊണ്ട് നടക്കുന്ന കുറച്ച് ടീമുകളുണ്ട്, അവരായിരിക്കും. അതായത് മതപരമായിട്ടുള്ള പ്രശ്നങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് വിചാരിച്ചു. പക്ഷെ ഇതല്ല. നിങ്ങളെ അടിമയൊന്നും വിളിച്ച ഒക്കത്തില്ല. ഈ കമ്മ്യൂണിസ്റ്റിലെ നേതാക്കൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ താഴെത്തട്ടിലോട്ടുള്ളതിലെല്ലാം ബുദ്ധിയില്ല. അത് ഉറപ്പായി, അത് തെളിവ് സഹിതമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. കേരളത്തിൽ ബുദ്ധിയില്ലടേ. എത്ര CCTV, എത്ര ചാനലുകളോടെ വീഡിയോസ് പുറത്തു വിട്ടെ, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു എവിഡൻസ് ഉണ്ടോ? ഒരു എവിഡൻസിലൂടെ അവരുടെ ശരീരത്ത് തൊടുന്നതായിട്ടോ അവരുടെ അടുത്ത് പോലും എത്തിയതായിട്ടോ ഒരു മണ്ണാങ്കട്ടയില്ല. എന്നിട്ടും വെറുതെ കോണവും പൊക്കി പിടിച്ച് ഇറങ്ങിക്കോ കുറേ എണ്ണം നാട് നശിപ്പിക്കാനും കൊണ്ട്. കുറേ ഫ്ലെക്സ് കീറുന്നു, കുറേ കൊടിമരങ്ങൾ തകർക്കുന്നു. എന്തെങ്കിലും കാര്യമുള്ള കാര്യത്തിന് ഇറങ്ങിത്തിരിക്കും. ചുമ്മാ എന്താ പറയുക, നാണക്കേടാണ്. ഞാനൊരു ഈ കാലഘട്ടത്തിലുള്ള ഒരുത്തനെയും സഖാവ് ദീപാവൊന്നും വിളിക്കത്തില്ല. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം എടുത്തു പറയാനുള്ളത്, നിങ്ങളെ കരിങ്കൊടി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് തല കറക്കുന്നുണ്ടോ, അല്ല നിങ്ങൾക്ക് കറുത്ത മാസ്ക് ഇടുന്നുണ്ടോ, കറുത്ത കുട ഇടുന്നുണ്ടോ, കറുത്ത ഡ്രസ്സ് ഇടുന്നുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇതെല്ലാം നിങ്ങൾ ആദ്യമേ ഫസ്റ്റ് ചെക്ക് ചെയ്യുക. എപ്പോഴാണെന്നറിയാമോ? ഇലക്ഷന് മുമ്പ് നിങ്ങളിതെല്ലാം ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള യാതൊരുവിധ അസുഖങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ അലർജിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഇലക്ഷനിൽ നിൽക്കുക. ഓക്കെ? അല്ല എനിക്ക് കരിങ്കൊടി കാണാനൊക്കത്തില്ല, അല്ല എനിക്കെതിരെ ആരും ഒന്നും പറയാനൊക്കത്തില്ല, അല്ല എനിക്ക് ജനങ്ങളിലോട്ട് ഇറങ്ങി സമ്പർക്കം ചെയ്യാനൊക്കത്തില്ല, നിങ്ങൾ വീട്ടിലിടെ കോവിഡ് വന്നപ്പോൾ കുറച്ച് നാൾ ഇങ്ങനെ വീട്ടിലിരുന്നില്ല, ക്വാറന്റൈൻ ഇരുന്നില്ല. അതുപോലെ ഇരിയുടെ കുറച്ച് നാൾ, ഒരു 5-6 വർഷം അങ്ങനെ ഇരിക്കും. ഒരു 5 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പം കുറേ കട്ടും മുടിച്ചും കയ്യിലോട്ട് എടുത്തു വെച്ചിട്ടില്ല. അതിനകത്തുനിന്ന് ഒന്നും ആവത്തില്ല, 1% പോലും ചിലവാകത്തില്ല. കാരണം വീണ്ടും കട്ടും മുടിക്കാനും നിങ്ങൾക്കറിയാം. അപ്പം നിങ്ങൾ വീട്ടിൽ നിങ്ങളെ കരിങ്കൊടി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം വരുന്നു, നിങ്ങൾക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു, നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളെ ഏറ്റു പറയുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ ജനങ്ങൾ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോഴോ അല്ലെങ്കിൽ എതിർ പാർട്ടിക്കാർ ചൂണ്ടിക്കാണിക്കുമ്പോഴോ നിങ്ങൾക്ക് അത് സഹിക്കാൻ ഒക്കുന്നില്ല. അയ്യോ, നിങ്ങൾ വീട്ടിലിടെ, നിങ്ങൾ ഇറങ്ങണ്ട, നിങ്ങൾ തിരഞ്ഞെടുപ്പിന് വരണ്ട, നിങ്ങൾ തിരഞ്ഞെടുപ്പിന് നിൽക്കുകയും വേണ്ട. നിങ്ങളെ കൊണ്ട് നമുക്ക് ആവശ്യമില്ലടേ. നിങ്ങൾ അത് സ്വയം മനസ്സിലാക്കുക. അത് ഞാൻ BJP എന്നല്ല, കോൺഗ്രസ് എന്നല്ല, കമ്മ്യൂണിസ്റ്റ് എന്നല്ല, ആരുടെ അടുത്തും പറയും. നിങ്ങൾക്കിപ്പം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നൊരു ദൗത്യം നിങ്ങൾക്ക് ചെയ്യാനൊക്കത്തില്ല. ജനങ്ങൾ പ്രതികരിക്കും, അല്ലെങ്കിൽ എതിർ പാർട്ടിക്കാർ അതിനെ ചൂണ്ടിക്കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ ഒക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ആ തെറ്റ് തിരുത്താം, അല്ലെങ്കിൽ തെറ്റ് സമ്മതിക്കാം. ഇത് രണ്ടും ഒക്കത്തില്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്നു. നിങ്ങൾ ഇലക്ഷൻ നിൽക്കണ്ട. നിങ്ങളുടെ അവതാരം ഇവിടെ ഇല്ലെന്ന് വിചാരിച്ചിട്ട് ഈ കേരളത്തിനോ അല്ലെങ്കിൽ ഈ രാജ്യത്തിനോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ? അത് കുറേ എണ്ണമുണ്ട് ഇങ്ങനെ. ഇതിൻ്റെയൊക്കെ വാലറ്റത്ത് കിടക്കുന്ന കുറേമാരൊക്കെ കാര്യം ആലോചിക്കുമ്പോഴെൻ്റെ പൊന്നു എന്താ ഷോ. ഓരോരുത്തരും കമൻറ്റ് കാണണം, ഇനി കണ്ടറിയണം കേരളത്തിന് എന്താ സംഭവിക്കുന്നത്. കേരളത്തിന് സംഭവിക്കാനുള്ളതല്ല ഈ 10 വർഷം കൊണ്ട് സംഭവിച്ച്. ഇനി ഇതിനെക്കാട്ടിലും വലിയൊരു അധംപതനത്തിലോട്ട് കേരളം പോകാനില്ല. 9ാം ക്ലാസ്, 10ാം ക്ലാസ്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ വരെയും കഞ്ചാവടിയും. പണ്ടൊക്കെ ഈ സാധനം ഇല്ലാത്തതുകൊണ്ടല്ല ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനകത്തൊരു നിയന്ത്രണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പം കൊടുക്കുക.
വലിച്ചു. എന്നിട്ട് നമ്മുടെ പാർട്ടിയൊക്കെ കുത്തിയാൽ മതി കേട്ടോ നാളെ ആകുമ്പോൾ. വല്ലാത്ത ഗതികളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ സിസ്റ്റവും ഭരണവും ഒന്നും ശരിയാവുന്നില്ല. എല്ലാവരും നേരത്തെ മറ്റേ ഉത്തരേന്ത്യയിലോട്ട് നോക്കി കുറച്ചുകൊണ്ടിരുന്നവരൊക്കെ കുരപ്പങ്ങ് നിർത്തി. കാരണം അതിനെക്കാട്ടിലും വലിയ സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അയ്യോ എൻ്റെ പൊന്നു നുണാ ജോർജ്, ഉർവശിയൊക്കെ സൈഡായി പോകുമല്ലോ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ. അവിടെ നിങ്ങൾക്ക് ഇടി കിട്ടിയിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ കഴുത്തിന് പ്രശ്നം ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ കൂടെ ഉള്ള ഒരു സ്റ്റാഫിൻ്റെ കൈ കൊണ്ടിട്ടായിരിക്കും നിങ്ങൾക്ക് പ്രശ്നം വന്നത്. വെറുതെ നാട് കത്തിക്കാൻ, നാട് കുട്ടിച്ചോറാക്കാൻ ആൾക്കാരെ പറഞ്ഞു വിടുകയല്ല ചെയ്യേണ്ടത്. സത്യസന്ധമായി കാര്യം പറയണം. എനിക്ക് പെടലിക്ക് പ്രശ്നമുണ്ട്, പക്ഷെ അത് കുട്ടികൾ ഉപദ്രവിച്ചിട്ടോ കാര്യങ്ങളൊന്നുമല്ല, എൻ്റെ കൂടെ ഉള്ളവരുടെ കൈ തട്ടി. അല്ലാതെ നാട് കത്തിക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം കൊടുത്ത് വിടുകയല്ല കുറേ എണ്ണത്തിന് പേ പിടിച്ച പോലെ കുറേ എണ്ണം. എനിക്ക് ഈ സത്യത്തിൽ എനിക്ക് ഈ ഇറങ്ങി തിരിക്കുന്നവന്മാരെ എനിക്ക് മനസ്സിലാവാത്ത. ഇമാർ ഇത്ര പൊട്ടന്മാരാണോ? ഇമാരൊന്നുമില്ലെങ്കിൽ കോളേജും പ്ലസ് ടു പ്ലസ് വണ്ണൊക്കെ കഴിഞ്ഞിട്ട് പോയ പിള്ളേരല്ലേ? അയ്യോ കൊടിമരം പിഴിയുന്നത്. എന്തായാലും കാണിക്കും. നമ്മളെന്തായാലും കേരളത്തിലില്ല, എന്തായാലും കാണിച്ചു. എന്താ കഥ മുമ്പാരെ.